കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഉദയനാപുരം ഗോശാല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും കുഴിപ്പറമ്പിൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൻ്റെയും പൂർണ്ണമായി പിച്ചള പൊതിഞ്ഞു മനോഹരമാക്കിയ ശ്രീകോവിലുകളുടെ സമർപ്പണ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. ഫെബ്രുവരി 6-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മകരഭരണി മഹോത്സവത്തിന് കൂടി സമാരംഭം കുറിക്കുന്നതായി മാറി സമർപ്പണ ചടങ്ങ്. ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ്, ക്ഷേത്രം തന്ത്രി മോനാട്ടില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് ക്ഷേത്ര ശ്രീകോവിലുകൾക്ക് മുന്നിലെ നിലവിളക്കുകളിൽ അഗ്നി പകർന്നതോടെയാണ് ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. പരമ്പരാഗത ഭാരതീയ വാസ്തുശില്പ ശൈലിയിൽ സൂക്ഷ്മതയോടെ കമനീയമായാണ് ക്ഷേത്ര ശ്രീകോവിലിൻ്റെ മേൽക്കൂരയും ചുവരുകളും നടക്കല്ലുകളും പിച്ചള പൊതിഞ്ഞത്. പൂക്കളും പുഷ്പമാലകളും കൊണ്ടലങ്കരിച്ച കർപ്പൂര ചന്ദന ഗന്ധവും സുഗന്ധധൂമങ്ങളും ഭക്തിസാന്ദ്രമാക്കിയ അന്തരീക്ഷത്തിൽ സമർപ്പണ ദിവസം ഗോശാല ശ്രീകൃഷ്ണനെയും കുഴിപ്പറമ്പിൽ ശ്രീഭദ്രകാളിയെയും കണ്ടു തൊഴുവാൻ ക്ഷേത്രത്തിലേക്ക് വൻതോതിൽ ഭക്തജന പ്രവാഹവും ദൃശ്യമായി. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച സമർപ്പണ സമ്മേളനം ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയിലും പ്രകൃതി ശക്തികളിലും വിഭവങ്ങളിലും ഈശ്വര ചൈതന്യം കണ്ടെത്തി അവയെയെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹനീയതയെന്നും ജസ്റ്റിസ് എൻ നഗരേഷ് പറഞ്ഞു. നദികളെയും കാറ്റിനെയും പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ഈശ്വരനായി കണ്ട് പൂജിക്കുന്നതിലൂടെ ആരാധന മാത്രമല്ല, അവയുടെ സംരക്ഷണം കൂടിയാണ് ഫലത്തിൽ സംജാതമാകുന്നതെന്നും ജസ്റ്റിസ് നഗരേഷ് പറഞ്ഞു. ആഗോള താപനമടക്കം ലോകം നേരിടുന്ന ഗുരുതര പ്രത്യാഘാതങ്ങൾക്കുള്ള ഒറ്റമൂലി കൂടിയാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നതെന്നും ജസ്റ്റിസ് എൻ നഗരേഷ് ചൂണ്ടിക്കാട്ടി. പറവകൾക്കും മത്സ്യങ്ങൾക്കും വൃക്ഷലതാദികൾക്കും വേണ്ടിയാണ്. മനുഷ്യന് മാത്രം ഇതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക അവകാശമൊന്നുമില്ല. ഈ ജീവജാലങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ചരത്തിലും ചരാചരങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരമാത്മാവിൻ്റെ സ്ഫുരണങ്ങൾ കാണുന്നവരാണ് നമ്മൾ. വൃക്ഷത്തിൽ നമ്മൾ ദൈവത്തെ കാണുന്നു, നദിയിൽ നമ്മൾ ദൈവത്തെ കാണുന്നു. കുംഭമേളയ്ക്ക് 2 കോടി ആളുകളാണ് ഓരോ ദിവസവും. ഇവിടെ വന്നപ്പോൾ ഉദയനാപുരത്ത് നിന്ന് 2 കുടുംബങ്ങൾ പോയിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞു. നദിയിൽ ദൈവങ്ങളെ കാണുന്നവര്, വൃക്ഷങ്ങളിൽ പാലമരത്തിൽ ആൽമരത്തിൽ ദൈവങ്ങളെ കാണുന്നവര്, പർവ്വതത്തിൽ ദൈവത്തെ കാണുന്നവര്, സർപ്പത്തിൽ ദൈവത്തെ കാണുന്നവര്, സകല ചരാചരങ്ങളിലും ഭഗവാനെ ദർശിക്കുന്ന അനന്യമായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സി ഷാജി അധ്യക്ഷത വഹിച്ചു. നാടിൻ്റെയും നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സമ്പൂർണ്ണ സഹകരണവും ഈശ്വര സഹായവുമാണ് ഇരു ക്ഷേത്രങ്ങളുടെയും പിച്ചള പൊതിയിൽ ചടങ്ങ് ഇത്ര വേഗം പൂർത്തിയാക്കുവാൻ സഹായിച്ചതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ സി ഷാജി പറഞ്ഞു. ചലച്ചിത്ര പിന്നണി ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ചടങ്ങിൽ ആദ്യാവസാനം പങ്കെടുത്തു. നാരായണി നമോസ്തുതേ വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ജന്മനാട്ടിലെ ഭക്തിനിർഭരവും മംഗളകരവുമായ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി പറഞ്ഞു. തിരുമുറ്റത്ത് ജനിക്കുവാനും ഇവിടെ ജീവിക്കുവാനും സാധിക്കുന്നത് തന്നെ എൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായി കരുതുന്നു, സൗഭാഗ്യമായി അനുഗ്രഹമായി കരുതുന്നു. അമ്പലത്തിലെ പിച്ചള സമർപ്പണം വളരെ നാളത്തെ ഭഗീരഥ പ്രയത്നം കൊണ്ട് അത് സഫലമാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ക്ഷേത്രം തന്ത്രി മോനാട്ട് കൃഷ്ണൻ നമ്പൂതിരി, RSS വിഭാഗ് കാര്യവാഹ് ആർ സാനു, ശങ്കരൻ നമ്പൂതിരി കണ്ണിക്കുളത്തില്ലത്ത്, ക്ഷേത്രം രക്ഷാധികാരി ചന്ദ്രശേഖരൻ, സെക്രട്ടറി MV സനിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രവീൺ ഭാസ്കർ, ടുഡേ ന്യൂസ്, വൈക്കം.